ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ്. അതായത് അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടേംസുകളാണ് അതിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ബിസിനസ് എന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്. ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക? ട്രേഡിംഗ് ഉണ്ടായിരിക്കും, മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കും, സർവീസ് ബിസിനസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ട്രേഡിങ്ങും മാനുഫാക്ചറിങ് ആണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് അവരുടെ ലക്ഷ്യമെങ്കിൽ, സർവീസ് നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് മോട്ടീവ് അല്ല, സർവീസ് തന്നെയാണ് അവർക്ക് പ്രാധാന്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം തന്നെയാണ് പ്രോഫിറ്റ് മോട്ടീവ് തന്നെയാണ്. അപ്പോൾ ബിസിനസ് നടക്കുന്ന ആൾക്ക് ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അയാൾ ആരെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കും? ഓണർ എന്തായാലും അക്കൗണ്ട്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടന്റിനെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നു? എല്ലാ ഇടപാടുകളും, ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും കൃത്യമായ രേഖയോടുകൂടി സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള രേഖ സൂക്ഷിച്ചു വെച്ചിട്ടില്ല എങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ഓണർക്ക് നൽകാൻ സാധിക്കില്ല. ഇത് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത്, അയാളുടെ ബിസിനസ് എങ്ങനെയാണെന്നുള്ളത് ഒരു കാരണവശാൽ പോലും നമുക്ക് കൃത്യമായിട്ടുള്ള രേഖകളോ കണക്കുകളോ സൂക്ഷിച്ചു വെക്കുന്നില്ല എങ്കിൽ നമുക്ക് കിട്ടുകയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യണം? ഏതൊരു ബിസിനസ് നടത്തുന്ന ആളും അയാളുടെ റെക്കോർഡുകൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിന്റെ മീനിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ബിസിനസ് ഈസ് ആൻ ആൻറ്റിറ്റി that transform the resources into business objectives ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, ഗ്രോത്ത് ആണ്, ആൻഡ് സർവൈവൽ ആണ്. പ്രോഫിറ്റ് മാത്രം ഉണ്ടായാൽ പോരാ, അതെന്ത് വേണം? വരും കാലങ്ങളിലും പ്രോഫിറ്റ് തന്നെ ഉണ്ടാവണം. പിന്നെ എന്ത് സിറ്റുവേഷൻ വന്നാലും അത് സർവൈവ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒക്കെ എന്തായാലും വേണം, ഒരു ബിസിനസ് നടത്തുന്നതിന് വേണം. പക്ഷേ ഈ എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻറ്റിറ്റി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആൻറ്റിറ്റി? ആൻറ്റിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ എങ്ങനെയുള്ള ബിസിനസ്സാണെന്ന് ഞാൻ പറഞ്ഞു. ട്രേഡിങ്, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുക? അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? ട്രേഡിങ്, മാനുഫാക്ചറിങ് ആണെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ എങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? അവരുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കണമെങ്കിൽ ആ രണ്ടാമതായിട്ടുള്ള റിസോഴ്സസ് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ബിസിനസ് സ്ഥാപനത്തിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ മൂന്നാമതായിട്ടുള്ള അവരുടെ ഒബ്ജക്റ്റീവ്സ് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ലാൻഡ് നമുക്കറിയാം, ലേബർ നമുക്കറിയാം, ക്യാപിറ്റൽ എന്താണെന്ന് അറിയാം. അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്താൻ ഓണർ എന്തില്ല, സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല എങ്കിൽ റെൻ്റലായിരിക്കും അവരെടുക്കുന്നത്. ലേബർ എന്ന് പറയുന്നത് തൊഴിലാളികൾ അപ്പോയിന്റ് ചെയ്യണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? പൈസ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസിന്റെ എയിം എന്തായിരുന്നു പറഞ്ഞു? ഒബ്ജക്റ്റീവ്സ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് റെക്കോർഡുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങിൽ എന്താണെന്ന് നോക്കാം. എന്തായിരിക്കും അക്കൗണ്ടിങ്ങിന്റെ മീനിങ്? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ദ ട്രാൻസാക്ഷൻ ഓഫ് ദ ഫൈനാൻഷ്യൽ ക്യാരക്ടർ and interpreting and communicating the financial data to help the users to make the informed decisions. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ബിസിനസ് മാൻ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ്ങും ചെയ്യുന്നത് റെക്കോർഡിങ് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും റെക്കോർഡിങ്? നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എന്താണ് റെക്കോർഡിങ്? എന്താണ് ക്ലാസിഫൈയിങ്? എന്താണ് സമ്മറൈസിങ്? ട്രാൻസാക്ഷൻ ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ. അപ്പൊ എന്താണ് ഇതിൽ ഏറ്റവും ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്നത്? എന്താണ് ഈ ട്രാൻസാക്ഷൻ ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ? ട്രാൻസാക്ഷൻ ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഒരു ബിസിനസിന്റെ? ഐഡന്റിഫൈ ചെയ്യാണ്. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമ്മൾ ഏറ്റവും ആദ്യം ഇടപാടുകൾ എന്നാണ് പറയാം. അപ്പൊ എങ്ങനെയുള്ള ഇടപാടുകളായിരിക്കും ബിസിനസ്സിൽ ഉണ്ടായിരിക്കുക?
ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിരിക്കും, നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിരിക്കും. ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ? ഇറ്റ്സ് റിലേറ്റിംഗ് ടു മണി ഓർ ഈക്വൽ ടു മണീസ് വർത്ത്. മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എങ്കിൽ, നോൺ ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? മണിയുമായി ബന്ധപ്പെടാത്ത ട്രാൻസാക്ഷൻ ആണ് ബിസിനസ്സിൽ നടക്കണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഈ ട്രാൻസാക്ഷൻ ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ നോൺ ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ രണ്ടും ബിസിനസ്സിന് പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷേ അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്തെടുക്കില്ല? നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നും നമ്മൾ എൻ്റർ ചെയ്യില്ല. നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്ത് മാത്രമായിരിക്കും? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിരിക്കും. അതായത് മണിയുമായി ബന്ധപ്പെട്ടുള്ള, മോണിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നടത്തുന്നത് എന്താണ്? അതിനുവേണ്ടി നടത്തുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡന്റിഫൈ ദ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. നമ്മളത് നോക്കുകയാണ്, ഇതെങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണ്. അതുപോലെ തന്നെ മെഷർ, അത് നമുക്ക് അളക്കാൻ സാധിക്കും. അതായത് മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? മെഷർ ദ ട്രാൻസാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പൊ അങ്ങനെയുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബിസിനസ് ചെയ്യണ എന്താണ്? ഏറ്റവും ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു ട്രാൻസാക്ഷൻസ്. എങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണ്? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലുള്ള എന്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ? റെക്കോർഡിങ്ങിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് റെക്കോർഡിങ്? റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഇടപാടാണോ ബിസിനസ്സിൽ നടത്തുന്നത് ആ ഇടപാടുകൾ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ് വൈസിൽ റെക്കോർഡ് ചെയ്തു വെക്കുക. അപ്പൊ നമുക്കറിയാൻ സാധിക്കും, ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ അയാൾക്ക് സെയിൽ ഉണ്ടായിരിക്കും, പർച്ചേസസ് ഉണ്ടായിരിക്കും, പേയ്മെന്റ് കൊടുക്കേണ്ട ഉണ്ടായിരിക്കും, പേയ്മെന്റ് സ്വീകരിക്കേണ്ട ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇടപാടുകൾ മുഴുവനും റെക്കോർഡ് ചെയ്തു വെക്കുക. എങ്ങനെ റെക്കോർഡ് ചെയ്തു വെക്കണം? ഡേറ്റ് വൈസിൽ കൃത്യമായിട്ടുള്ള രേഖയോട് കൂടിയിട്ട് റെക്കോർഡ് ചെയ്തു വെക്കുക. രണ്ടാമത് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരിക. അതിനെ അക്കൗണ്ടിങ്ങിൽ അതിനെ വിളിക്കുന്ന പേര് ലെഡ്ജർ പ്രിപ്പറേഷൻ ആണ്. അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ഈച്ച് അക്കൗണ്ട്സ് ആർ റെക്കോർഡഡ് ഇൻ ദ വൺ പ്ലേസ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? സമ്മറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സമ്മറൈസേഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണെങ്കിൽ ഇതിലൂടെ മാത്രമേ നമുക്ക് ബിസിനസ്സിന് ഇൻകം ആണോ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ നമുക്ക് ഈ കൊല്ലം നടന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല ബിസിനസ്സിന് എന്താണ് ബിസിനസിന്റെ കണ്ടീഷൻസ്, എത്രയൊക്കെയാണ് നമ്മളുടെ കയ്യിലുള്ള ആസ്തികൾ, എത്രയാണ് നമുക്ക്, എത്രയൊക്കെ പേയ്മെന്റുകൾ നമ്മൾ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് എന്തിലൂടെ ചെയ്യാൻ സാധിക്കുള്ളൂ? സമ്മറൈസിങ്ങിലൂടെ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെങ്കിൽ ഇത് നമുക്ക് ഓണർക്ക്, നമുക്ക് ഈ ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കേണ്ടതാണ്? ഓണർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണെങ്കിൽ ഈ സമ്മറൈസേഷന്റെ ഇതിന് ശേഷം മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സമ്മറൈസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേഖകൾ മുഴുവൻ ആർക്ക് കൊടുക്കുകയാണ്? ഓണർക്ക് കൊടുക്കുകയാണെങ്കിൽ അടുത്തത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇന്റർപ്രറ്റിംഗ്, അതായത് അനലൈസിങ് ദ ഫൈനാൻഷ്യൽ ഡാറ്റ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഇൻഫർമേഷൻസ് മുഴുവനും എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് എൻ്റെ ബിസിനസ്, എന്താണ്, ഗുഡാണോ, ഈ കൊല്ലം എനിക്ക് ലാഭമാണോ കിട്ടിയിട്ടില്ലേ, നഷ്ടമാണോ, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഞാൻ ചെയ്യേണ്ടതുണ്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുക? സമ്മറൈസിങ്ങിന്റെ സമ്മറൈസേഷൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്റർപ്രിറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് ആ ബിസിനസ് എന്തൊക്കെ തീരുമാനങ്ങൾ ഭാവിയിലേക്ക് എടുക്കണം, നഷ്ടമാണെങ്കിൽ എങ്ങനെ അത് ഓവർകം ചെയ്യാം, ലാഭമാണെങ്കിൽ എങ്ങനെ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇന്റർപ്രറ്റിംഗ് ആണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതായത് അനലൈസിങ്ങിലൂടെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ ഡാറ്റാസ് നമുക്ക് അനലൈസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇനി എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ്? മെയിൻറ്റെയിനിങ് ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? നമ്മൾ കറക്റ്റ്, നമ്മൾ അക്കൗണ്ട്സ് റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുവഴി നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല അതുവഴി നമുക്ക് ബിസിനസ് സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, കണ്ടീഷൻ എന്താണ്, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നു ഭാവിയിലേക്ക് വേണ്ടിയുള്ള.
ഇനി ആർക്കൊക്കെയാണോ ഈ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളത് അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. മാത്രമല്ല ബിസിനസ്സിന് എന്തൊക്കെ അസറ്റുകൾ ഉണ്ടോ അതൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അക്കൗണ്ടിങ് വർക്ക് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. എന്താണ് നമ്മൾ പറഞ്ഞു ഈ കൃത്യമായിട്ടുള്ള റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, മെഷർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിന് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബുക്ക് കീപ്പിംഗ്? A bookkeeping is a process of detailed recording of the financial transaction of the business. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്താണ്? ഒരു അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മൾ ഇതിലെ ബുക്ക് കീപ്പിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡീറ്റെയിൽഡ് റെക്കോർഡിംഗ് ഓഫ് ഓൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഇറ്റ് ഇൻവോൾവ്സ് ദ റൈറ്റിംഗ് ഡൗൺ എവറി ട്രാൻസാക്ഷൻ വിത്ത് മണി വാല്യൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് എല്ലാ ഇടപാടുകളും എങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം? മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോണിറ്ററി ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ എൻറ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സെയിൽ ഉണ്ടായിരിക്കാം, പർച്ചേസ് ഉണ്ടായിരിക്കും, പേയ്മെന്റ് ഉണ്ടായിരിക്കും, റെസിപ്റ്റ് ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള രേഖകൾ മുഴുവനും കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വരിക ബുക്ക് കീപ്പിംഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി ബുക്ക് കീപ്പിംഗ് പ്രധാനപ്പെട്ടതാണോ? ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയാനുള്ള കാരണം, ബുക്ക് കീപ്പിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിനെ ടു കീപ് ദ റെക്കോർഡ്സ് ദാറ്റ് ആർ അക്യുറേറ്റ്, അപ് ടു ഡേറ്റ് ആൻഡ് കംപ്ലീറ്റ്. അക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ ബുക്ക് കീപ്പിംഗിൽ പ്രധാന ലക്ഷ്യം എന്താണ്? ഇമ്പോർട്ടൻസ് എന്താണ്? അക്കൗണ്ട്സുകൾ അക്യുറേറ്റ് ആയിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ ജഡ്ജ്മെന്റും ഡിസിഷനും എടുക്കാനായിട്ട് സാധിക്കുള്ളൂ പിന്നീട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം? അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ടാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്യണം, മെഷർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏതു ഭാഗം വരെയാണ് ബുക്ക് കീപ്പിംഗിൽ വരിക? അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈ മുതൽ ഇന്റർപ്രറ്റ് വരെ അക്കൗണ്ടിങ്ങിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എവിടെ വരെ വരുള്ളൂ? നമുക്ക് ക്ലാസിഫിക്കേഷൻ വരെയാണ് ബുക്ക് കീപ്പിംഗ് വരുള്ളൂ. അത് കഴിഞ്ഞുള്ള സമ്മറൈസിങ്ങും ഇന്റർപ്രിട്ടേഷനും വരുന്നത് എവിടെയാണ്? അക്കൗണ്ടിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൽ സമ്മറൈസേഷനും ഇന്റർപ്രിട്ടേഷനും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് ആരായിരിക്കും? ബുക്ക് കീപ്പിങ്ങിന് അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ സ്കില്ലോ നോളജോ വേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എങ്ങനെയാണെങ്കിൽ നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബേസിക് നോളജ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ പറ്റും. എന്നാൽ അക്കൗണ്ടിങ് എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള അറിവുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അക്കൗണ്ടിങ് വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണെങ്കിൽ സമ്മറൈസേഷനും ഇന്റർപ്രിട്ടേഷനും വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസിന്റെ പ്രോഫിറ്റോ ലോസോ അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ജഡ്ജ്മെന്റ് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം ഓണർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. എന്താണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? അപ്പൊ അത് പറഞ്ഞു, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അപ്പൊ ആ ബേസിക് ഫംഗ്ഷൻ ആണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. അക്കൗണ്ടിങ് എന്താണ്? അപ്പൊ അക്കൗണ്ടിങ് എന്തായിരിക്കും? എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ, ഒന്നുകൂടെ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ എന്ത് പറയാം? നമുക്ക് ഇറ്റ് ഇസ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം. ബുക്ക് കീപ്പിംഗ് എവിടെയാണ് എൻഡ് ചെയ്യണത് അപ്പോഴാണ് നമുക്ക് അത് ചെയ്യുക, അക്കൗണ്ടിങ്ങിന്റെ വർക്ക് നമുക്ക് പൂർണ്ണമാക്കാനായിട്ട് സാധിക്കുക. ഇതെങ്ങനെയുള്ള നേച്ചറാണ്? റുട്ടീൻ നേച്ചറാണ്. അപ്പൊ എന്താണ് നമുക്ക് റുട്ടീൻ വർക്ക് എന്ന് നമുക്ക് നോർമലി നമ്മൾ പറയുന്നതാണ്. അപ്പൊ റുട്ടീൻ വർക്ക് എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട വർക്കുകളെ വിളിക്കുന്ന പേരാണ് റുട്ടീൻ വർക്ക്. അതുകൊണ്ട് തന്നെ അത് ക്ലറിക്കൽ ജോബ്സ് ആണ്. നമ്മൾ എന്നും എൻ്റർ ചെയ്യണം. പർച്ചേസസ് ഉണ്ടായിരിക്കും, സെയിൽ ഉണ്ടായിരിക്കും, റെസിപ്റ്റ് ഉണ്ടായിരിക്കും, പേയ്മെന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് എ റുട്ടീൻ വർക്ക്. സോ ഇറ്റ് ഇസ് റിലേറ്റിംഗ് ടു ദ ക്ലറിക്കൽ ജോബ്. ക്ലറിക്കൽ ആയിട്ടുള്ള ജോബുകളാണ്. കണക്കുകൾ കൂട്ടുമ്പോൾ അതിനെ പറയുന്നത് ക്ലറിക്കൽ ആയിട്ടുള്ള ജോബാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അനലിറ്റിക്കൽ നേച്ചറാണ് അക്കൗണ്ടിങ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അനലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്കത് സ്റ്റഡി ചെയ്യണം. ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന്റെ തീരുമാനങ്ങൾ, ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൊടുക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇറ്റ് ഈസ് എൻ അനലിറ്റിക്കൽ നേച്ചർ. പിന്നെ എന്താണത്? ഞാൻ പറഞ്ഞാണ്
ഡസ് നോട്ട് നീഡ് എ സ്പെഷ്യൽ സ്കിൽസ്. ഒരിക്കലും എന്ത് വേണ്ട, ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുകളൊന്നും ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട. ഏകദേശം ഒരു കണക്ക് കൂട്ടാനോ കുറയ്ക്കാൻ അറിയുന്ന ആൾ മതി. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ആൾക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടിങ് ആണെങ്കിൽ എന്ത് വേണം, നമുക്ക് നീഡ് എ സ്പെഷ്യൽ സ്കിൽഡ് ആണ്. അപ്പോൾ നോർമലി അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് സീനിയർ സ്റ്റാഫ് ആയിരിക്കും, ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് എന്തായിരിക്കും, ജൂനിയർ സ്റ്റാഫ്സ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാതും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. So thank you for watching.